Sariga? Yes, ma'am. Homogeneous linear differential equation verify ചെയ്യുന്നത്. വെരിഫൈ ചെയ്യുന്നത്, അതായത് തന്നത് അതിന്റെ സൊല്യൂഷൻ ആണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യുന്നവരെയാണ് നമ്മൾ ചെയ്തത് അല്ലേ? സോ ഇനി പറയാൻ പോകുന്നത് അതിന്റെ സൊല്യൂഷൻസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ ഇഫ് y1 and y2 are the solutions of a second order differential equation, okay, then every constant multiple of that y1 and every constant multiple of y2 are again the solutions of our second order differential equation. That is, y1 and y2 are the solutions. So y1 y2 എന്ന രണ്ട് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ y1ന്റെ എല്ലാ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ മീൻസ് when we multiply that y1 with any constant 2y1, 3y1, any constant multiple of that y1 is again what? The solution. നമുക്ക് തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ആണ് y1 എങ്കിൽ ആ y1ന്റെ എല്ലാ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾസും എന്ത് തന്നെയായിരിക്കും? നമ്മളെ സൊല്യൂഷൻ ഇസ് എ സൊല്യൂഷൻ അഗെയിൻ. ഓക്കെ, if y2 is a solution of our second order differential equation, okay, as y2 is a solution of a second order differential equation, then the constant multiple of that y2 is again what? The solution of that differential equation. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? y1 y2 എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ y1 y2ന്റെ എല്ലാ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾസും എന്തിനായിരിക്കും? ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, നിങ്ങൾക്ക് തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ e⁻x സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ e⁻x എന്ന് പറയുന്നത് ആ ഒരു തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്തു. ഓക്കെ, സോ e⁻x ഇസ് എ സൊല്യൂഷൻ എന്ന് നമുക്ക് കിട്ടി. ആ തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ആണ് e⁻x. ദെൻ എനി കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് ദാറ്റ് e⁻x, ദാറ്റ് ഈസ് 2 into e⁻x or 3 into e⁻x or 4 into e⁻x, എന്തായിക്കോട്ടെ, മൾട്ടിപ്പിൾ ഓഫ് ദാറ്റ് e⁻x is again what? A solution. Okay, so 2 into e⁻x എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, 3 into e⁻x എന്ന് പറഞ്ഞാൽ അഗെയിൻ ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, സോ ഏത് സൊല്യൂഷൻ ആയിക്കോട്ടെ അതിൻ്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ എന്തിനായിരിക്കും? സൊല്യൂഷൻ തന്നെ ആയിരിക്കും. സോ മനസ്സിലായോ ആ ഒരു പോയിന്റ്? ഇസ് എ ക്ലിയർ? ക്ലിയർ ആണോ? പറഞ്ഞ പോയിന്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? അതേപോലെ തന്നെ സം ഓഫ് ടു സൊല്യൂഷൻസ് ആർ അഗെയിൻ ദി സൊല്യൂഷൻസ് ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഏത് രണ്ട് സൊല്യൂഷൻ എടുത്താലും, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രണ്ട് സൊല്യൂഷൻസ് നമ്മൾ എടുത്തു, ആ രണ്ട് സൊല്യൂഷൻസിനെ നമ്മൾ ആഡ് ചെയ്തു, അപ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, ദറ്റ് ഈസ് അഗെയിൻ എ സൊല്യൂഷൻ ഓഫ് ദറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, സം ഓഫ് ടു സൊല്യൂഷൻസ് ഈസ് ഓൾസോ എ സൊല്യൂഷൻ. ഓക്കെ, സോ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നതും സൊല്യൂഷൻ ആണ്. അതേപോലെ സമ്മ്, രണ്ട് സൊല്യൂഷൻസിന്റെ സമ്മ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സൊല്യൂഷൻസ് ആണ്. ഓക്കെ, സോ ഇഫ് y1 and y2 are two solutions, y1 ഒരു സൊല്യൂഷൻ, y2 ഒരു സൊല്യൂഷൻ, then c1 into y1 is a solution. No, y1 ഒരു സൊല്യൂഷൻ ആണെങ്കിൽ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ് c1. സോ c1 into y1 എന്ന് പറഞ്ഞാൽ അഗെയിൻ എന്തായിരിക്കും? ഒരു സൊല്യൂഷൻ ആയിരിക്കും. അതേപോലെ c2 into y2 ഒരു സൊല്യൂഷൻ ആണെങ്കിൽ then c2 into y2 is also a solution. ഓക്കെ, സോ c1 y1 ഉം c2 y2 എന്താണ്? സൊല്യൂഷൻ ആണ്. സോ അത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? c1 y1 plus c2 y2. So that is again a solution. So it is called the fundamental theorem. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയം പോകുന്നുണ്ടെങ്കിൽ, ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ആരെങ്കിലും ഒന്ന് പറയണേ. ഞാൻ കാണൂല, അതായത് കട്ടാവുന്നത് ഞാൻ കാണൂല. ശ്രദ്ധിക്കുക. We have a second order differential equation y double dash plus f of x y dash plus
some g of x y is equal to 0, homogeneous differential equation. Okay, and y1 and y2 are the two solutions of this second order differential equation. Okay, then the constant multiple c1 y1 is again what? A solution, and the constant multiple c2 y2 is again what? A solution. Okay, and the sum of this c1 y1 plus c2 y2 is also a solution. Okay, and this principle is called fundamental theorem. Fundamental theorem of second order differential equation, that is linear combination of every solutions are again a solution. y1 y2 എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ആണെങ്കിൽ ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ നമ്മൾ ഇങ്ങനെ എഴുതുന്ന ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയാം. സം ചെയ്തിട്ട് ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയാം. അപ്പൊ y1 y2ന്റെയും ഏത് ലീനിയർ കോമ്പിനേഷൻസ് എടുത്തു കഴിഞ്ഞാലും, അതായത് y1 y2 നമ്മൾ ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് വെച്ചിട്ട് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ ഈ ഫോമിൽ വരുന്ന എല്ലാ ഇക്വേഷൻസും എന്തായിരിക്കും? അതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഓൾറെഡി വെരിഫൈ ചെയ്തതാണ് ദാറ്റ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് ഇസ് ഈക്വൽ ടു 0. Sorry, y double dash plus y is equal to 0. This is a differential equation and the solutions are y is equal to sin x and y is equal to cos x that we have discussed. Verify cheythaduana. We have verified that y is equal to sin x and y is equal to cos x are the solutions of this equation y double dash plus y is equal to 0. ഓക്കെ, അപ്പോൾ y is equal to sin x എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ y is equal to 2 into sin x എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ്സ് അഗെയിൻ എ സൊല്യൂഷൻ. y is equal to sin x ഒരു സൊല്യൂഷൻ ആണെങ്കിൽ then 2 into sin x എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ആയിരിക്കും, 3 into sin x എന്ന് പറയുന്ന സൊല്യൂഷൻ ആയിരിക്കും, -1 into sin x is a solution. So every constant multiple of this sin x is again a solution. Okay, similarly y is equal to cos x is a solution of this differential equation. So idinte edu constant multiple 2 into cos x is a solution, or 3 into cos x is a solution, or 4 into cos x is a solution. Okay, and again ningal nokku, y is equal to some 2 sin x plus root 7 cos x. ഞാൻ ഇങ്ങനെ ഒരു തന്നു, y is equal to 2 into sin x plus root 7 into cos x എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ തന്നു. ഇത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണോ അല്ലയോ? Is this y is equal to 2 sin x plus root 7 cos x is a solution of this differential equation? എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുക? ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ടൊന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? y is equal to 2 sin x plus root 7 cos x is a solution of this y double dash plus y is equal to 0 or not? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ഒന്ന്? Here എന്താണ് ഈ y double dash plus y is equal to 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് sin x ഉം cos x ഉം. അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അല്ല നമ്മൾ വെരിഫൈ ചെയ്തതാ. ഓക്കെ, സോ sin x is a solution, then 2 into sin x എന്താ സൊല്യൂഷൻ അല്ലേ? cos x is a solution, then root 7 into cos x ഒരു സൊല്യൂഷൻ അല്ലേ? അപ്പം ഇത് രണ്ടും സൊല്യൂഷൻ ആണെങ്കിൽ ഇവരെ സമ്മു എന്ത് തന്നെയാണ്? സൊല്യൂഷൻ ആണ്. സോ y is equal to 2 sin x plus root 7 cos x എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ സൊല്യൂഷൻ ഓഫ് ദിസ് y double dash plus y is equal to 0 by fundamental theorem. Okay, fundamental theorem എന്താ പറയുന്നത്? y1 ഉം y2 സൊല്യൂഷൻ ആണെങ്കിൽ that is sin x and cos x is a solution, then അതിന്റെ ഏത് ലീനിയർ കോമ്പിനേഷൻ എടുത്താലും is again a solution. ഓക്കെ, സോ ഇതിൽ ആദ്യത്തെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ, നമ്മൾ ഈ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഈ ഒരു ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇങ്ങനെ കുറച്ച് എന്താ തിയറീസ് ഒക്കെ പഠിക്കാനുള്ളതാണ്. കാരണം അതിൻ്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണ്ടേ നിങ്ങൾ, എന്താണ് ഒരു സെക്കൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് അതിൻ്റെ സൊല്യൂഷൻസിൻ്റെ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ തിയറീസ് ആയിട്ട് പറഞ്ഞിട്ട് പോകുന്നത്. ഓക്കെ, എനിക്കത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞ അത്രയും ക്ലിയർ ആണോ? Fundamental theorem and the linearity theorem. Is it clear? Okay. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾ അറ്റൻഡൻസ് അവിടെ കമൻറ്റ് ചാറ്റ് ബോക്സിൽ ഇട്ട് വെച്ചോട്ടെ. ഭയങ്കര മഴയാണ്, അതുകൊണ്ട് എപ്പോഴാണ് നെറ്റ്വർക്ക് പോവാന്ന് പറയാൻ പറ്റില്ല. സോ നിങ്ങൾ ഒന്ന് ചാറ്റ് ബോക്സിൽ നിങ്ങൾ പേരൊന്ന് ഇട്ട് വെക്കുക. ഓക്കെ,
ഓക്കെ, ഇനി കുറച്ച് റിസൾട്ട്സ്, ഇതേപോലത്തെ കുറച്ച് റിസൾട്ട്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഞാൻ പറയുന്ന തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പൊ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. സോ അടുത്തത് ലീനിയർ ഡിപ്പെൻഡന്റ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പം y എന്ന് പറയുന്നത് y is a solution of a differential equation, then every constant multiple of that y is again what, a differential equation. നമ്മൾ പറഞ്ഞു. സോ ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നൊരു സൊല്യൂഷൻ ആണെങ്കിൽ 2 into e raised to x is again a solution നമ്മൾ പറഞ്ഞില്ലേ. പക്ഷെ ആ സൊല്യൂഷൻസ് തമ്മിൽ എന്താണ്, ആ ഇ റേസ് ടു എക്സിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സൊല്യൂഷൻസ് ആണ് ഈ 2 e raised to x, 3 e raised to x, 4 e raised to x, 5 e raised to x ഒക്കെ. ശരിക്കും ശ്രദ്ധിക്കണേ പറയുന്നത്. ഓക്കെ, ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അതിന്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻ ഈസ് ഓൾസോ constant multiple is also a solution. So 2 e raised to x, 3 e raised to x, 4 e raised to x, etc. are the solutions. Okay, അപ്പം ഈ ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നൊരു സൊല്യൂഷനിൽ നിന്നാണ് നമ്മൾ ബാക്കി എല്ലാവരെയും ഉണ്ടാക്കുന്നത് അല്ലെ. ഇ റേസ് ടു എക്സ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷനിൽ നിന്നാണ് അതിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾസിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഇങ്ങനെ എഴുതുന്ന സൊല്യൂഷൻസ് ഉണ്ടാവുമല്ലോ, അതായത് ഒരു സൊല്യൂഷനിൽ നിന്ന് നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിരുന്ന കുറേ സൊല്യൂഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ എന്താണ്, ഡിപ്പെൻഡന്റ് സൊല്യൂഷൻസുകളാണ്. ഓക്കെ, ഇ റേസ് ടു എക്സ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്ന അതിന്റെ സൊല്യൂഷൻസ് ആണ് ആ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ചെയ്ത എക്സാമ്പിൾ y is equal to sin x and y is equal to cos x are the solutions. Okay, y is equal to sin x and y is equal to cos x are the solution of നമ്മളിപ്പോ പറഞ്ഞ y double dash plus y is equal to 0. അങ്ങനെയാണെങ്കിൽ ആ സൈൻ എക്സിൻ വെച്ചിട്ട് നമുക്ക് കുറേ സൊല്യൂഷൻസ് എഴുതാൻ പറ്റൂലേ. 2 sin x, 3 sin x, 4 sin x, അങ്ങനെ ഒരുപാട് സൊല്യൂഷൻസ് നമുക്ക് എഴുതാൻ പറ്റൂലേ. ബട്ട് ആ സൊല്യൂഷൻസ് ഒക്കെ എന്താണ്, സൈൻ എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻസാ. ഓക്കെ, ഇനി സൈൻ എക്സും കോസ് എക്സും എടുക്കുന്നതാണെങ്കിലോ, സൈൻ എക്സും കോസ് എക്സും രണ്ടും രണ്ട് സൊല്യൂഷൻസുകളാ അല്ലെ. സൈൻ എക്സിനെ കൊണ്ടല്ല നമ്മൾ കോസ് എക്സ് എഴുതിയത്, അല്ലെങ്കിൽ കോസ് എക്സ് വെച്ചിട്ടല്ല നമ്മൾ സൈൻ എക്സ് എഴുതിയത്. സോ അങ്ങനെ വരുന്ന രണ്ട് സൊല്യൂഷൻസിന് നമ്മൾ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് എന്നാണ് പറയാം. സോ വി ഹാവ് 2 types of solutions, linearly dependent solution and linearly independent solution. അപ്പോൾ അതിന്റെ ഡെഫിനേഷൻ ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ലിസൺ. Let y1 and y2 are 2 solutions of a second order differential equation. Okay, then y1 divided by y2 is equal to some constant k. If y1 divided by y2, നിങ്ങൾ രണ്ട് സൊല്യൂഷൻസ് ഉണ്ട് y1 and y2. Okay, and this y1 divided by y2 is equal to some k, that is a constant. നിങ്ങൾ ആ രണ്ട് സൊല്യൂഷൻസ് ഡിവൈഡ് ചെയ്തപ്പം നിങ്ങൾക്ക് ഒരു കോൺസ്റ്റന്റ് ആണ് കിട്ടിയതെങ്കിൽ then we can say that this y1 and y2 are linearly dependent solution. Okay, linearly dependent. And if this y1 divided by y2 is equal to some function of x, ഇത് രണ്ടും ഡിവൈഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഒരു നമ്പർ അല്ല, പകരം ഒരു എക്സിൽ വരുന്ന ഒരു ഫംഗ്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ then you can say that this y1 and y2 are linearly independent. Okay, so if y1 and y2 നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ, if you divide this y1 and y2, then y1 and y2 is equal to some constant. നിങ്ങൾ ആ സൊല്യൂഷൻസ് ഡിവൈഡ് ചെയ്തപ്പം if you get a constant, then we can say that the solutions are linearly dependent. Okay, and if this y1 and y2 is equal to some function of x, if you get a function of x, that y1 and y1 divided by y2, then we can say that y1 and y2 are linearly independent. Okay, അപ്പൊ നമ്മളിങ്ങനെ ഈ ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്ന രണ്ട് സൊല്യൂഷൻസ് ഉണ്ടല്ലോ, y1ഉം y2ഉം ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്ന രണ്ട് സൊല്യൂഷൻസാ. ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്ന സൊല്യൂഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ സൊല്യൂഷൻസും ഉണ്ടാക്കുന്നത്. ഓക്കെ, ഡിപെൻഡന്റ് സൊല്യൂഷൻസ് ഉണ്ടാക്കുന്നത്. സോ ഈ y1 y2 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമ്മൾ ഈ y1 y2നെ വേറെ ഒരു പേര് കൂടെ വിളിക്കും, ആൻഡ് ഇറ്റ് ഈസ് ബേസിസ്. ഓക്കെ, സോ ഇഫ് ദിസ് y1 and y2 are linearly independent, then this y1 and y2 are called basis of our general solution. നമ്മളെ ജനറൽ സൊല്യൂഷന്റെ ബേസിസ് ആയിരിക്കും എന്ത്, y1 and y2. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറൊരു പേര്
fundamental set of solution. Fundamental set of solution. Okay, if y1 and y2 are linearly independent ആണെങ്കിൽ, രണ്ട് സൊല്യൂഷൻസ് linearly independent ആണെങ്കിൽ, ഈ രണ്ട് സൊല്യൂഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസിസ്. അതായത് ഇതാണ് ഇതിന്റെ ഒരു അടിസ്ഥാന ഘടകം നമ്മളെ സൊല്യൂഷന്റെ. ഈ ആളെ വെച്ചിട്ടായിരിക്കും നമ്മളെ ജനറൽ സൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കുക. ഓക്കെ, ആൻഡ് അതിന്റെ വേറൊരു പേരാണ് ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ. ഓക്കെ, സോ ഇനി അപ്പൊ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? What is a linearly independency of two solution? What is a linearly dependency of two solution? And if two solutions are linearly independent, then we can say that the solutions are fundamental set of solution or basis. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൊല്യൂഷൻ. ഇനി നമ്മൾ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തന്നാൽ, സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെ, ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്താ, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് നിങ്ങളോട്, വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് വൈ കണ്ടുപിടിക്കുന്നതിനെ നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്താൽ, ശ്രദ്ധിക്കണേ, ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാവുകയെന്നറിയോ? അതിന്റെ സൊല്യൂഷൻ അല്ല, അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y is equal to c1 y1 plus c2 y2, ഇങ്ങനെ ഒരു ഫോമിലായിരിക്കും സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്താൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ ഉണ്ടാവുക. ഓക്കെ, ബിക്കോസ് ഇതൊരു ജനറൽ സൊല്യൂഷൻ ആണെന്ന് പറയണമെങ്കിൽ ഇതിൽ എന്തുണ്ടാവണം? വി ഹാവ് ടു കോൺസ്റ്റൻസ് c1 ആൻഡ് c2. ഓക്കെ, so ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ, if we solve a differential equation of second order, then the solution, then the general solution is of the form y is equal to c1 y1 plus c2 y2. ഓക്കെ, ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ സൊല്യൂഷൻ്റെ ഒരു ഫോം ഉണ്ടാവുക. അപ്പം ജനറൽ സൊല്യൂഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് ആരുണ്ടാവണം? രണ്ട് ആർബിറ്ററി കോൺസ്റ്റൻസ് ഉണ്ടാവണം. ജനറൽ സൊല്യൂഷൻ ആണെങ്കിൽ, സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ, യു ഹാവ് ടു ആർബിറ്ററി കോൺസ്റ്റൻസ് c1 ആൻഡ് c2. ഓക്കെ, അപ്പൊ c1 ഉം c2 ആരുടെ കൂടെ ഉള്ളത് നോക്ക്? y1 y2 എന്ന് പറയുന്ന ബേസിസിന്റെ കൂടെ ആയിരിക്കും ഉള്ളത്. Okay, so here y1 and y2 are linearly independent solutions, and this y1 and y2 are called the basis or the fundamental set of solution. Okay, ഈ y1 y2 എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇതൊരു ജനറൽ സൊല്യൂഷൻ ആണെങ്കിലാണ്, അല്ലാണ്ട് നമുക്ക് ഇഷ്ടംപോലെ സൊല്യൂഷൻസ് എഴുതാം. എങ്ങനെയാ? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് എഴുതാം. പക്ഷെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ജനറൽ സൊല്യൂഷനെ പറ്റിയിട്ടാണ് നമ്മളിപ്പം പറയുന്നത്. ഓക്കെ, സോ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. y is equal to c1 y1 plus c2 y2. ഇവിടെ y1ന്റെയും y2ന്റെയും പ്രത്യേകത എന്താ? y1 and y2 ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് രണ്ട് കോൺസ്റ്റൻസ് c1 എന്ന് പറയുന്നതും c2 എന്ന് പറയുന്നതും രണ്ട് കോൺസ്റ്റൻസും ഉണ്ടായിരിക്കണം. ഓക്കെ, c1 c2 നമ്മൾ എഴുതുക, അവിടെ ഒരു വാല്യൂ നമ്മൾ കൊടുക്കാൻ പാടില്ല. c1 എന്ന് എഴുതുക, c2 എന്ന് എഴുതുക. ഓക്കെ, ആൻഡ് ഹിയർ രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് y1 ആൻഡ് y2. സോ ഇങ്ങനത്തെ ഫോമിൽ വരുന്ന നമ്മളെ സൊല്യൂഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് y1 ആൻഡ് y2 ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. അതുകൊണ്ട് നമ്മൾ ഈ y1നെയും y2നെയും വിളിക്കുന്ന പേരെന്താ? ബേസിസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ്. ഓക്കെ, സോ ദിസ് ഈസ് ദി ജനറൽ സൊല്യൂഷൻ. Now, if we want to find some particular value to the c1 and c2, നിങ്ങൾക്ക് ഈ ഒരു c1ന്റെയും c2ന്റെയും ഒരു പർട്ടിക്കുലർ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. c1 എന്ന് പറയുന്നൊരു നമ്പറാണ്, c2 എന്ന് പറയുന്നൊരു നമ്പറാണ്. അപ്പൊ ഈ c1 c2 എന്ന് പകരം നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ, ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ കൊടുക്കുകയാണ്. സം 2y1 plus 3y2, ഇങ്ങനെ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ് നമ്മൾ ഈ c1നും c2നും കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. Okay, if y is equal to c1 y1 plus c2 y2, then it is called general solution. And if this y is equal to some particular value, give some particular value to this constant c1 and c2, then we can call it as what? Particular solution. മനസ്സിലാക്കണേ നിങ്ങൾ. ഈ ഒരു c1 c2 ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊടുത്താൽ ഇതിന് നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇതിപ്പോ ഞാൻ എനിക്ക് ഇഷ്ടത്തിനൊരു വാല്യൂ കൊടുത്തല്ലേ 2ഉം 3ഉം, അങ്ങനെ നമുക്ക് ഇഷ്ടത്തിനൊരു വാല്യൂ കൊടുക്കരുത്. നമ്മൾ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും എങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യനിൽ പറയുന്ന ഒരു വാല്യൂ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ പറയുന്ന വാല്യൂ അല്ല, നമ്മൾ ആ വാല്യൂ കണ്ടുപിടിക്കണം.
So if we want to find the particular solution ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ that means we have to find the value of C1 and C2. ഈ C1 ഉം C2 ഉം നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്തായിരിക്കണം, നമ്മളെ ക്വസ്റ്റ്യനിൽ രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവണം. ശ്രദ്ധിക്കണേ പറയുന്നത്. ഇഫ് യു വാണ്ട് ടു ഇത് ജനറൽ സൊല്യൂഷനാണ്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ മാത്രം മതി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ബട്ട് ടു ഫൈൻഡ് ദി പെർട്ടിക്കുലർ സൊല്യൂഷൻ മീൻസ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദി C1 ആൻഡ് C2. ദെൻ വി വാണ്ട് ടു കണ്ടീഷൻസ്, രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ കണ്ടുപിടിക്കണം, C1 ഉം C2 ഉം. സോ യു വാണ്ട് വാട്ട്, ടു കണ്ടീഷൻസ്. നിങ്ങളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൂടാണ്ട് നിങ്ങൾക്ക് രണ്ട് കണ്ടീഷൻസും കൂടെ തരണം. Then only you can find the particular value. Okay, so that conditions is called initial conditions. Okay, so this is general solution and this is a particular solution, means some value to this C. So if you want to find the particular solution, you want what, two conditions, രണ്ട് conditions നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവണം. And that conditions is called the initial condition. Okay, so ആ കണ്ടീഷൻ എങ്ങനെ ഉണ്ടാവാന്നറിയോ, സം y ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാക്കറ്റിൽ ഇങ്ങനെ ഒരു നമ്പർ തന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും, ആൻഡ് y ഡാഷ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തരും. സോ ദിസ് ഈസ് വാട്ട് ദി ഇനീഷ്യൽ കണ്ടീഷൻ. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യണം. അതിന് കൂടെ ഒരു കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ട്, y ഓഫ് 0 ഈക്വൽ ടു 1, y ഡാഷ് ഓഫ് 0 is equal to 2. ഇങ്ങനെ രണ്ട് കണ്ടീഷൻ, ഇതാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ദെൻ യു ഹാവ് ടു ഫൈൻഡ് ദി പെർട്ടിക്കുലർ സൊല്യൂഷൻ. ഓക്കെ, ഇങ്ങനെ രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ദി പർട്ടിക്കുലർ സൊല്യൂഷൻ. ഓക്കെ, ഈ കണ്ടീഷൻ ഇല്ലെങ്കിൽ, ഇത് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ജനറൽ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു പേരുണ്ട്, ഇങ്ങനെ സോൾവ് ചെയ്യുക വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻ കൂടെ തന്നിട്ട് സോൾവ് ചെയ്യാൻ, അതായത് ടു ഫൈൻഡ് ദി പെർട്ടിക്കുലർ സൊല്യൂഷൻ. Then the problem name is initial value problem. Okay, initial value problem. Okay, initial value problem എന്തിനാണ്, to find the particular solution of a given differential equation. ഓക്കെ, ഇത് നമ്മുടെ സാധാരണ ജനറൽ സൊല്യൂഷൻ ആണ്. ജനറൽ സൊല്യൂഷന്റെ പ്രത്യേകത എന്താ, അവിടെ C1 C2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഉണ്ടാവും, C1 C2 തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ഈ C1 C2 എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ then we can say that it is a particular solution. C1 C2 ഒരു particular value കൊടുത്താൽ അതിനെ particular solution എന്ന് പറയും. And ആ particular value കണ്ടുപിടിക്കണമെങ്കിൽ we want two conditions, and the conditions are called the initial conditions. And the problem and the question, the name of the question is initial value problem. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു ബേസിക് കൺസെപ്റ്റ് ഓഫ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിൻ്റെ തിയറി പാർട്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി പ്രോബ്ലംസ് ചെയ്യൽ മാത്രമായിരിക്കും നിങ്ങൾ ഈ ഒരു മൊഡ്യൂളിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. സോ ഞാനിപ്പം ഇന്ന് എടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ മൈൻഡിൽ അതിൻ്റെ ഒക്കെ ആൻസേഴ്സ് വരുന്നുണ്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ഇഫ് y1 and y2 are two solutions of a given differential equation, then every constant multiple of that y1 and every constant multiple of that y2 is again what, the solution of that given differential equation. Okay, and also the sum of two solutions are again what, the solutions. Okay, sum of two solutions are also solutions. And the linear combination C1 y1 plus C2 y2 is again what, the solution of a second order differential equation. And that is the fundamental theorem. Fundamental theorem says that if y1 and y2 are two solutions, then C1 into y1 plus C2 into y2 is again a solution. Okay, so that is a fundamental theorem. Okay, then what, linearly independence and linearly dependency. So if y1 and y2 are two solutions
and that y1 divided by y2 is a constant. y1 y2 divide ചെയ്താൽ നിങ്ങൾക്ക് ഒരു കോൺസ്റ്റന്റ് ആണ് കിട്ടുന്നതെങ്കിൽ then we can say that y1 and y2 are linearly dependent. Okay, and if that y1 and y2 is what y1 divided by y2 is equal to some function of x, നിങ്ങൾ y1 y2 ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഓഫ് x ആണ് കിട്ടുന്നതെങ്കിൽ then that y1 and y2 are linearly independent. Okay, and that linearly independent solutions are also called what? Fundamental set of solution or the basis of solution. Okay, so ആ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്ന സൊല്യൂഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ എഴുതുക. ആൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഈസ് ഓഫ് ദി ഫോം y is equal to c1 y1 plus c2 y2. Okay, where y1 and y2 are linearly independent of basis. Okay, and if we want to find a particular value to that c1 and c2, then we can say that that solution is a particular solution, and the problem to find the particular solution is called the initial value problem. And in initial value problem we have two conditions to find c1 and c2. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ക്ലിയർ ആയോ? അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഒക്കെ നിങ്ങളിപ്പോൾ പറയാം. ഓക്കെ, പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി എല്ലാവരും എവിടെ? ഇവിടെ ഒരു എക്സാമ്പിൾ നോക്ക് നിങ്ങൾ. Look at this example. കാണുന്നുണ്ടോ? The function y1 is equal to e raised to x and y2 is equal to 3 e raised to x are the solutions of the equation y double dash minus 2y dash plus y is equal to 0. Okay, ഇവിടെ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. y double dash minus 2y dash plus y is equal to 0. ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ രണ്ട് സൊല്യൂഷൻസ് ആണ് e raised to x ഉം 3 e raised to x ഉം. അങ്ങനെയാണ് ഈ രണ്ട് സൊല്യൂഷൻസിനെ പറ്റി നമുക്ക് എന്താ പറയാൻ പറ്റുക? അവരെ ഇൻഡിപെൻഡന്റ് ആണോ ഡിപ്പെൻഡന്റ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ എങ്ങനെ ചെക്ക് ചെയ്യുക? y1 divided by y2 ചെയ്യാം. So here e raised to x divided by 3 e raised to x. Then e raised to x and e raised to x get cancelled. Then you will get 1 by 3. Okay, so this 1 by 3 is what? A constant. This 1 by 3 is a constant. So constant കിട്ടിയാൽ then this y1 and y2 are dependent, linearly dependent ആണ്. linearly dependent ആണെങ്കിൽ ഇതെന്തല്ല? ബേസിസ് അല്ല. അതായത് ഇത് വെച്ചിട്ട് നമുക്കൊരു ജനറൽ സൊല്യൂഷൻ എഴുതാൻ പറ്റുള്ളൂ. Okay, so this y1 and y2 are not basis. So ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. It can be verified that y1 is equal to e raised to minus x and y2 is equal to e raised to 2x are the solutions of the equation y double dash minus y dash minus 2y equal to 0. അതായത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ രണ്ട് സൊല്യൂഷൻ ആണ് ഇ റേസ് ടു മൈനസ് എക്സും ഇ റേസ് ടു 2x. ഇത് നമ്മൾ ഓൾറെഡി വെരിഫൈ ചെയ്തെത്താം. ഇ റേസ് ടു മൈനസ് എക്സും ഇ റേസ് ടു 2x ഇതിന്റെ സൊല്യൂഷൻ ആണ്. ഇനി നമുക്കിത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ അല്ലെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡന്റ് ആണോ എന്ന് നോക്കാം. So here e raised to minus x divided by e raised to 2x എന്താ? e raised to minus x divided by e raised to 2x. അപ്പം ഇതിന്റെ രണ്ടിന് എന്താണ്? e raised to minus 3x അല്ലേ വരിക? അതിന്റെ പവേഴ്സ് മൈനസ് ചെയ്യുക അല്ലെ? ഡിവിഷൻ വരുമ്പോൾ പവേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യുക. സോ minus x minus 2x that is minus 3x വരും. That is e raised to minus 3x ആണ് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത്. So e raised to minus 3x is what? This is a function of x അല്ല? x വരുന്ന ഒരു ഫംഗ്ഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. So here y1 and y2 are linearly independent. So ഇത് രണ്ടും linearly independent ആണെങ്കിൽ that is this e raised to minus x and e raised to x 2x are linearly independent, then we can say that this e raised to minus x and e raised to 2x are the basis of the differential equation or the fundamental set of solution.
ഓഫ് ദി ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പം ഇത് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇതൊരു ബേസിസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ഇതിനെ കൊണ്ട് ജനറൽ സൊല്യൂഷൻ എഴുതാൻ പറ്റും. ആൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഇസ് വാട്ട് y is equal to c1 e raised to minus x plus c2 e raised to 2x. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ജനറൽ സൊല്യൂഷൻ എഴുതാൻ പറ്റുള്ളൂ. സോ ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, സോ നമ്മൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞില്ലേ, ഇനീഷ്യൽ കണ്ടീഷൻ നമുക്ക് തരുമെന്ന്. അപ്പോൾ ആ കണ്ടീഷനിൽ നമുക്ക് തരുന്ന എന്താ y ഓഫ് 0 അല്ലെങ്കിൽ y ഡാഷ് ഓഫ് 0, അതായത് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്നത് എക്സ് വാല്യൂ ആണ്. y ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന വാല്യൂ എക്സ് വാല്യൂ ആണ്. അപ്പോൾ ആ എക്സ് വാല്യൂ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇന്റർവെല്ലിലെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും ആയിട്ട് നിങ്ങൾക്ക് തരാം. ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഉണ്ടോ ഇവിടെ ഞാനിപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ എഴുതിയപ്പോൾ ഇവിടെ ഇത് എക്സ് വാല്യൂ ആണ്, ഇതും എക്സ് വാല്യൂ, ഇത് രണ്ടും സെയിം ആണ് അല്ലെ, ഈ രണ്ടും എക്സ് വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയല്ല, അങ്ങനെ ഒരു എക്സ് വാല്യൂ അല്ലാണ്ട് പകരം ഏതെങ്കിലും ഒരു ഇന്റർവെല്ലിന്റെ, നിങ്ങൾക്ക് അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് പറയാ, ഒരു ഇന്റർവെൽ എ ബി ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഇന്റർവെല്ലിന്റെ അപ്പർ ലിമിറ്റോ ലോവർ ലിമിറ്റോ ആണ് ഇവിടെ തന്നെങ്കിൽ, ഓക്കെ, എയോ ബിയോ വിച്ച് ഈസ് ഏതെങ്കിലും ഒരു ഈ ഒരു സൊല്യൂഷൻ അടങ്ങിയിട്ടുള്ള ഒരു ഇന്റർവെല്ലാണിത്. അപ്പൊ ആ ഇന്റർവെല്ലിന്റെ അപ്പർ ലിമിറ്റോ ലോവർ ലിമിറ്റോ ആണ്, ബൗണ്ടറി ആണ് നിങ്ങൾക്ക് തന്നെങ്കിൽ നമ്മൾ ഇതിനെ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്നാ പറയുക. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത നോട്ടിലുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സോ ബാക്കിയെല്ലാം ക്ലിയർ അല്ലേ? നോട്ടൊക്കെ എപ്പോഴും കംപ്ലീറ്റ് ചെയ്യണേ. സോ നാളെ തൊട്ടിട്ട് നമ്മൾ ഓരോ ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷനും അതിൻ്റെ സൊല്യൂഷൻസും കാണാൻ പഠിക്കും. അതൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ തിയറി പാർട്ട് ഈ ഒരു മൊഡ്യൂളിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ആദ്ര, Present, ma'am. അഭിജിത്ത്, Present, ma'am. അഭിജിത്ത് കെ പി, Present, ma'am. അഭിരാഗ്, Present, ma'am. എബിൻ, Present, ma'am. ആദിത്യ, Present, ma'am. അദ്വൈത്, Present, ma'am. അഫ്ര, അക്ഷയ, Present, ma'am. അമൽ, അമൽ, അമലില്ലേ? ഓക്കെ, ഒമാന, Present, ma'am. അമയ, Present, ma'am. അങ്കിത, Present, ma'am. അനന്യ, Present, ma'am. അനുശ്രീ, Present, ma'am. അനുശ്രീ വി, Present, ma'am. അൻവയ, Present, ma'am. ആര്യ, Present, ma'am. അതുൽ, Present, ma'am. അതുൽ എം വിനോദ്, Present, ma'am. ചന്ദന, Ma'am. ദിയ, Present, ma'am. ദിയ, ടി എം, Present, ma'am. ഫർഹാന,
Present, ma'am. ഫാത്തിമ, ജുമൈന. Present, ma'am. ജുമൈനയാണോ അല്ലെ ജുമിനയാണോ? എന്താണ്? Jumina. ജുമിന. ഓക്കെ. ഫാത്തിമ റിൻസി. Present, ma'am. ഫിദ ഫാത്തിമ. Present, ma'am. ഹിബ. Present, ma'am. സ്ന. Present, ma'am. ജയദീപ്. Present, ma'am. ഖദീജ. Present, ma'am. റൈഹാൻ. Present, ma'am. റൈഹാൻ. Present. ഫസൽ. ഫസൽ. മുഹമ്മദ് സോറി സെയിൻ ഉണ്ടോ? മുഹമ്മദ് സെയിൻ. ആൻഡ് ഫസൽ. ഫസൽ. ഷാസ്. Present, ma'am. നന്ദന. Present, ma'am. പ്രതുൽ. Present, ma'am. രാഖിൽ. Present, ma'am. റാണിയ. Present, ma'am. വിശാൽ. Present, ma'am. സഫീല. Present, ma'am. സരിക. Present, ma'am. സയന. Present, ma'am. സിക്ത. Present, ma'am. സ്നേഹ. Present, ma'am. സൂര്യ. Present, ma'am. വിനയ. Present, ma'am. ഫസൽ. ഫസൽ ഉണ്ടോ? ഓക്കെ, താങ്ക് യു.